يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. فقد قال النبي صلى الله عليه وسلم: خير يوم طلعت عليه الشمس يوم الجمعة، أو كما قال رسول الله صلى الله عليه وسلم: رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമാകുന്ന എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കൊണ്ട്, കൃപ കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പുറത്തു നൽകി ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ ധാരാളം ആളുകൾ രോഗങ്ങളായി കഴിയുന്നുണ്ട്. അവർക്കെല്ലാം അല്ലാഹു പരിപൂർണ ശിഫാവ് കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു പരിപൂർണ മഗ്ഫിറത്ത്, റഹ്മത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശിഷ്ടജീവിതം അല്ലാഹുവിന്റെ തൃപ്തിക്ക് അതീതമായ നിലയിൽ കഴിച്ചുകൂട്ടുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അടിമകളെ കൂടുതലായി അല്ലാഹുവുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലേക്ക് കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നതിന്, പടച്ചവനുമായി നല്ലൊരു സാമീപ്യം സിദ്ധിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഇസ്ലാമിൽ ധാരാളം സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്, സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മാസമാണ് വിശുദ്ധ റമദാൻ. നമുക്കറിയാം, അത് അല്ലാഹുവിലേക്ക് ഒരു അടിമ കൂടുതൽ അടുക്കുന്നതിന് വേണ്ടി പടച്ചവൻ നൽകിയിട്ടുള്ള ഓഫറാണ്. ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ തണലിൽ ജീവിച്ച് അല്ലാഹുവുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് പടച്ചവൻ സജ്ജീകരിച്ചിട്ടുള്ളതാണ്. ഇത്തരത്തിൽ പ്രവാചകന്മാരിൽ ഉത്കൃഷ്ടനായിട്ടുള്ള പ്രവാചകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ വിശ്വാസികൾക്ക് നല്ലൊരു അധ്യാപകനായി, ഗുരുനാഥനായി അള്ളാഹു നിയോഗിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മമാണ് നമസ്കാരം. അപ്പൊ ഈ രീതിയിൽ അള്ളാഹു വിശുദ്ധ ഇസ്ലാമിൽ പടച്ചവൻ കാണിച്ചു തന്ന നിർദ്ദേശങ്ങൾ, കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകൾ,
അതിനും അപ്പുറത്തേക്ക് ഒരു അടിമയ്ക്ക് അള്ളാഹുവുമായി കൂടുതൽ ബന്ധപ്പെടാനുള്ള നിരവധി സജ്ജീകരണങ്ങൾ അള്ളാഹു വിശുദ്ധ ഇസ്ലാമിൽ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഓഫറാണ് ആഴ്ചയിൽ വിശ്വാസികളെല്ലാം അഭിമുഖീകരിക്കുന്ന വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം സാധാരണ ദിവസങ്ങൾ വരുന്നത് പോലെ, ഒരു തിങ്കളും ഒരു ബുധനും ചൊവ്വയും ഒക്കെ വരുന്നത് പോലെയാണ് വെള്ളിയാഴ്ചയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മൾ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ജുമയ്ക്ക് വേണ്ടി ഒന്ന് കുളിച്ച് ഏതെങ്കിലുമൊക്കെ വസ്ത്രമൊക്കെ ധരിച്ച് പള്ളിയിൽ തോന്നിയ സമയത്ത് തോന്നുന്നത് പോലെ ഒന്ന് നമസ്കരിച്ചിട്ടങ്ങ് പോവുക. വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ഒരു മാസങ്ങളിൽ അല്ലാഹു റമദാനെ പവിത്രമാക്കിയതുപോലെ, മലക്കുകളിൽ ജിബ്രീലിനെ ഉത്കൃഷ്ടനാക്കിയതുപോലെ, പ്രവാചകന്മാരിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്യുന്നതനാക്കിയതുപോലെ ദിവസങ്ങളിൽ സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തെ കുറിച്ച് പഠിപ്പിച്ചത്. കഴിഞ്ഞ ഒരു ആഴ്ചത്തെ നമ്മിൽ നിന്നും സംഭവിച്ച മുഴുവൻ പാപങ്ങളെയും പൊറുപ്പിക്കുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഓഫറാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത്. അത് എങ്ങനെയെങ്കിലും വെള്ളിയാഴ്ചയിൽ കഴിഞ്ഞുകൂടേണ്ടതല്ല. അതിന് കൃത്യമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധ്യാപനങ്ങൾ നൽകുന്നുണ്ട്. സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവാണ് യൗമുൽ ജുമുഅ, ജുമുഅ ദിവസം. വഅഅ്ളമുഹാ ഇൻദല്ലാഹ്, ഒരാഴ്ചയിൽ 7 ദിവസങ്ങളുണ്ടെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസം എന്ന് പറയുന്നത്, അള്ളാഹു ഒരു അടിമയുമായി കൂടുതൽ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഖൈറു യൗമിൻ തലഅത്ത് അലൈഹി ശംസു, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ മഹത്വത്തെക്കുറിച്ച് നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഫീഹി ഖുലിഖ ആദം, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഫീഹി ഉദ്ഖിലൽ ജന്ന, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതും വെള്ളിയാഴ്ച ദിവസമാണ്. വഫീഹി ഉഖ്രിജ മിൻഹാ, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും വെള്ളിയാഴ്ച ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിന്റെ അവസാനം നബി തങ്ങൾ കുറിക്കുന്നുണ്ട്, വലാ തഖൂമുസ് സാഅതു ഇല്ലാ ഫീ യൗമിൽ ജുമുഅ, വിശ്വാസികളെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു ഭയാനക ദിവസം വരാനുണ്ട്. ഒരു ഭയാനക ദിവസം, ഭൂമിയെല്ലാം ഭസ്മമായി പോകുന്ന, തരിശു ഭൂമിയായി പോകുന്ന, കാലിയായി പോകുന്ന, തകിട് പൊടികളായി പോകുന്ന ഖിയാമത്ത് നാൾ എന്ന് പറയുന്ന യൗമുൽ ഖിയാമ, മനുഷ്യർ അഭിമുഖീകരിക്കുന്ന, അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ദിവസം സമാഗതമാകാനുണ്ട്. ആ ദിവസം സംജാതമാകുന്നത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ തഖൂമുസ് സാഅതു ഇല്ലാ ഫീ യൗമിൽ ജുമുഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമായിരിക്കും. നമുക്ക് വെള്ളിയാഴ്ചയെ സംബന്ധിച്ചുള്ള ഗൗരവം നമുക്കില്ല. ഇല്ല, തോന്നിയ സമയത്ത് ആദ്യത്തെ ഖുതുബ അവസാനിക്കുമ്പോഴായിരിക്കും നമ്മൾ ജുമുഅയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് കയറി വരുന്നത്. ജുമുഅ ദിവസത്തിന്റെ പവിത്രത മനസ്സിലാക്കണം. അല്ലാഹു കുറെ കർമ്മങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ഓഫറുകൾ വിശ്വാസികൾക്ക് നൽകുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് വെള്ളിയാഴ്ച ദിവസം. നമുക്ക് മുമ്പുള്ള സമുദായത്തിന് അല്ലാഹു ഇത് കൊടുത്തിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്,
അദല്ലല്ലാഹു അനിൽ ജുമുഅത്തി മൻ കാന ഖബ്ലനാ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനു മുമ്പുള്ള സമുദായങ്ങൾക്ക് അല്ലാഹു വെള്ളിയാഴ്ചയുടെ മഹത്വം കൊടുത്തിരുന്നില്ല. സാധാരണ ഒരു തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഒക്കെ കടന്നു പോകുന്നത് പോലെ അവരിൽ നിന്ന് വെള്ളിയാഴ്ചയും കടന്നു പോകും. അതിന് പ്രത്യേക പവിത്രതയോ മഹത്വമോ ഒന്നും അല്ലാഹു കൊടുത്തിരുന്നില്ല. ഫകാനലിൽ യഹൂദ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ജൂതന്മാരുടെ പ്രത്യേക ദിവസം എന്ന് പറയുന്നത് യൗമുസ് സബ്തി, ശനിയാഴ്ചയായിരുന്നു. ഫകാനലിൻ നസാറാ യൗമുൽ അഹദ്, ക്രൈസ്തവരുടെ നസാറാക്കളുടെ പ്രത്യേക ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസമാണ്. എന്നാൽ അല്ലാഹു ബിനാ വഹദാനാ ലിയൗമിൽ ജുമുഅ, നമുക്ക് അല്ലാഹു ഹിദായത്ത് വെച്ചിട്ടുള്ളത്, പടച്ചവനുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ അല്ലാഹു സജ്ജീകരിച്ചിട്ടുള്ള കുറെ കർമ്മങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച കുറെ സുന്നത്തുകൾ നബിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കാര്യങ്ങൾ വെള്ളിയാഴ്ച ചെയ്യാൻ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിയുമോ? അധ്യാപകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയായി. അപ്പൊ ഇത് നാം പഠിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന ഫിൽ ജുമുഅത്തി ലസാഅത്തുൻ, ജുമുഅ ദിവസത്തിൽ ഒരു സമയമുണ്ട്. ഇന്ന ഫിൽ ജുമുഅത്തി ലസാഅത്തുൻ, ജുമുഅ ദിവസത്തിൽ ഒരു സമയമുണ്ട്. ലാ യൂജദു ഫീഹാ അബ്ദുൻ മുസ്ലിമുൻ യസ്അലുല്ലാഹു ശൈഅൻ ഇല്ലാ അതാഹു ഇയ്യാഹ്. അല്ലാഹുവിന്റെ ഒരു അടിമ അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന, ഏത് ദുനിയവിയാകട്ടെ ഉഖറവിയാകട്ടെ ഏത് കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാലും മറയില്ലാതെ അല്ലാഹു ദുആ സ്വീകരിക്കുന്ന ഒരു സമയം വെള്ളിയാഴ്ചയിൽ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൽതമിസൂഹാ ആഖിറ സഅത്തിൻ ബഅദൽ അസ്ർ, ഞങ്ങൾ പഠിപ്പിക്കുന്ന അസറിന് ശേഷമുള്ള സമയം നിങ്ങൾ അതിനെ കൂടുതലായി പ്രതീക്ഷിക്കണം, നിങ്ങൾ അതിനെ അന്വേഷിക്കണം. വെള്ളിയാഴ്ച ദിവസം ദുആയ്ക്ക് ഏറ്റവും ഇജാബത്തുള്ള ദിവസമാണ്. നമ്മൾ എത്രത്തോളം ദുആ ചെയ്യുന്ന, ഒരു അരമിനിറ്റ് പോലും ഇരുന്ന് ദുആ ചെയ്യാനുള്ള മാനസികാവസ്ഥ നമുക്കില്ല. സ്വന്തമായിട്ട് തന്നെ വിചിന്തനം ചെയ്താൽ മതി, പരിശോധിച്ചാൽ മതി. കുറെ വെള്ളിയാഴ്ച കടന്നുപോയി, എത്ര നാം ദുആ ചെയ്തു, എത്ര നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് നമ്മൾ ചോദിച്ചു. അള്ളാഹു ചോദിച്ചാൽ മറയില്ല, നമ്മൾ ചോദിച്ചാൽ അള്ളാഹു മറയില്ലാതെ സ്വീകരിക്കുന്ന ഒരു പ്രത്യേക സമയം. ഇന്ന ഫിൽ ജുമുഅത്തി ലസാഅത്തുൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അസറിന് ശേഷമുള്ള സമയം നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കണം എന്നാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്, ജുമുഅ ദിവസത്തിൽ നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ജുമുഅ, അങ്ങനെ ഒരു സുത്തം തന്നെ അള്ളാഹു അവതരിപ്പിച്ചു എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസഉ ഇലാ ദിക്രില്ലാഹ്. ഫസഉ ഇലാ ദിക്രില്ലാഹ്, ഒരു വല്ലാത്ത വാചകം അള്ളാഹു അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅ ദിവസത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ, ബാങ്ക് കൊടുക്കപ്പെട്ടാൽ, അപ്പഴേ കടയുടെ ഷട്ടർ ഇട്ടേക്കണം എന്നതിന്റെ അർത്ഥം. കടയുടെ ഷട്ടർ അപ്പഴേ ഇട്ടേക്കണം, പിന്നെ തുറക്കാൻ പാടില്ല. ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, പെടുന്നനെ വേഗത്തിൽ. സഅ എന്ന പദത്തിന്, ആ അറബി പദത്തിന്റെ അർത്ഥം ഓടുക എന്ന, ഓടുക. സഫാ മർവക്കടയിലെ സഈ നമ്മൾ പറയാറില്ലേ, ധൃതി കാണിക്കണം, എളുപ്പം കാണിക്കണം. ജുമുഅ വഹുവ ഹുദൂറുൽ ജുമുഅ, മുഫസ്സിരീങ്ങൾ പറയുന്നു ഖുർആൻ ഇതിനെ സൂചിപ്പിക്കുന്നത് ജുമുഅ ദിവസത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യണം, പെട്ടെന്ന് റെഡിയായി പള്ളിയിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ, കച്ചവടം സ്റ്റോപ്പ് ചെയ്യണം, പിന്നെ കച്ചവടം ചെയ്യാൻ പാടില്ല. വദറുൽ ബൈഅ, കച്ചവടത്തെ വിട്ടേക്കണം. ഇവിടെ മുഫസ്സിരീങ്ങൾ ഈ രണ്ട് വാചകത്തിനും കാര്യമായ വിശദീകരണം കൊടുക്കുന്നുണ്ട്. ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്,
അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ ധൃതിയാകണം. 2 ഫദറുൽ ബൈഅ, കച്ചവടത്തെ ഉപേക്ഷിക്കണം. നമ്മൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. എന്റെ ആയുസ്സിൽ എത്ര വെള്ളിയാഴ്ച കടന്നു പോയിട്ടുണ്ട്? ഒരു വെള്ളിയാഴ്ചയെങ്കിലും പള്ളിയിൽ നേരത്തെ വരാൻ നമ്മെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? നേരത്തെ വന്ന് സഫിൽ വന്നിരുന്ന് കുറച്ച് ദിക്റൊക്കെ ചെയ്ത് ഖുർആൻ ഓതി കുറച്ച് ദുആ ഒക്കെ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ശ്രേഷ്ഠതകൾ വിവരിച്ചിട്ടുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, ഒരു കൽപ്പനയാണ്, അമ്രാണ്. പെടുന്നനെ നിങ്ങൾ അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് നീങ്ങണം. ഇലാ മാ യൻഫഉകും ഫിൽ ആഖിറ, ആഖിറത്തിന്റെ വിഷയത്തിൽ പരലോകത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതിഫലനങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. മുഫസ്സിറുകൾ പറയുന്നു, ഫഇന്ന ദുനിയാ വമതാഅഹാ ഫാനിയത്തുൻ, നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടം ദുനിയാവിന് വേണ്ടിയുള്ളതാ. നിങ്ങൾ സമ്പാദിക്കുന്ന ഈ സമ്പാദ്യം അത് ദുനിയാവിന് വേണ്ടിയുള്ളതാ. പക്ഷെ അല്ലാഹു ഒരു കച്ചവടത്തിലേക്ക് വിളിക്കുകയാണ്, ഫസ്അഉ, അതിലേക്ക് നിങ്ങൾ ധൃതിയാകണം. ആഖിറത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രയത്നവും നിങ്ങളുടെ കഷ്ടപ്പാടുമാണ് ബാക്കിയാകുന്നത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു ഒരു കച്ചവടത്തിലേക്ക് വിളിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം, ഞാൻ നിങ്ങൾക്കൊരു കച്ചവടം പഠിപ്പിച്ചു തരട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തു സഫിലെ ആയത്താണ്. ഹൽ അദുല്ലുകും അലാ തിജാറ, ഒരു കച്ചവടം ഞാൻ പഠിപ്പിച്ചു തരട്ടെ നിങ്ങൾക്ക്. ദുനിയാവിലെ നിങ്ങളുടെ കച്ചവടത്തിൽ ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഞാൻ ഈ പഠിപ്പിച്ചു തരുന്ന കച്ചവടത്തിൽ ലാഭം മാത്രമേ ഉള്ളൂ, നഷ്ടം വരൂല. ദുനിയാവിലെ നിങ്ങൾ ചെയ്യുന്ന കച്ചവടത്തിൽ ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്ന കച്ചവടത്തിന് എന്തില്ല, അതിന്റെ നഷ്ടം ഒരിക്കലും വരില്ല. മുഴുവൻ മനുഷ്യർക്കും അടിമകൾക്കും ലാഭം കൊയ്യാം. തുൻജീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കി വിടുന്ന ഒരു കച്ചവടമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യല. ഇവിടെ ജിഹാദിന് മഹാന്മാര് കൊടുത്തിട്ടുള്ള നിർവചനം ഇച്ഛയെ തോൽപ്പിക്കലാണ്. ജുമായ്ക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ ഞാൻ കടയടച്ചിട്ട് വരണമെന്നുണ്ടെങ്കിൽ ചില ശത്രുക്കളെ ഞാൻ പരാജയപ്പെടുത്തണം. എന്റെ നെഫ്സാകുന്ന ശത്രുവിനെ ഞാൻ പരാജയപ്പെടുത്തണം. ദുനിയാവാകുന്ന ശത്രുവിനെ ഞാൻ പരാജയപ്പെടുത്തണം. ഇബ്ലീസാകുന്ന ശത്രുവിനെ ഞാൻ കീഴ്പ്പെടുത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ശത്രുവാകുന്ന ഇച്ഛയെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് പള്ളിയിലേക്ക് വരാൻ സാധിക്കില്ല. ഇച്ഛയെ പരാജയപ്പെടുത്തണം. മുഖാലിഫുൻ ലിൽ ഹഖ് വ മുവാഫിഖുൻ ലിൽ ബാത്തിൽ എന്ന മുഫസ്സിറുകൾ കൊടുത്തിട്ടുള്ളത്. ഇച്ഛ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹക്കിനോട് വിപരീതമായിട്ട് നിൽക്കും, ഹക്കിനോട് ചേർന്ന് നിൽക്കൂല, ബാത്തിലിനോട് അടുത്തടുത്ത് നിൽക്കും. പള്ളി പോവാൻ ഒരിക്കലും ഇച്ഛ അനുവദിക്കില്ല നിങ്ങളെ. അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കുറച്ചും കൂടി കച്ചവടം ചെയ്യും, 2 കസ്റ്റമറും കൂടി വരും, അതും കൂടി നിങ്ങൾ കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് പോയാൽ, ഈ രീതിയിലുള്ള ചിന്താഗതി പ്രേരണ. ഖുർആൻ പറഞ്ഞത് ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, ജുമാക്ക് ബാങ്ക് കൊടുത്തുള്ള കടയുടെ ഷട്ടർ അപ്പിട്ട് പിന്നെ കച്ചവടം ചെയ്യാൻ പാടില്ല. ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഇത്രത്തോളം നാം അനുസരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുമായുടെ ശ്രേഷ്ഠതകൾ ധാരാളം വിവരിക്കുന്നുണ്ട്. മലക്കുകളെല്ലാം ആവരണം ചെയ്തിരിക്കുന്ന എല്ലാ പള്ളികളിലും ഇമാമിന്റെ ഖുതുബ മലക്കുകൾ സശ്രദ്ധം ശ്രവിക്കുന്ന ഒരു നിമിഷം അത് ജുമായുടെ സമയമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നിങ്ങൾ മാത്രമല്ല ഇരിക്കുന്നത്, ഒരുപാട് മലക്കുകൾ ഇരിപ്പുണ്ട്. വിധങ്ങൾ പഠിപ്പിക്കുന്നതാണ്. ആയിരക്കണക്കിന് മലക്കുകൾ ഖുതുബ സശ്രദ്ധം ശ്രവിക്കുന്നതിന് വേണ്ടി, അല്ലാഹുവിനെ അവന്റെ അടിമകൾ വാഴ്ത്തുന്നത് പുകഴ്ത്തുന്നത് കാണുന്നതിന് വേണ്ടി, സന്തോഷിക്കുന്നതിന് വേണ്ടി മലക്കുകൾ സംജാതമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നമ്മളപ്പോ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങൾ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്, ജുമായ്ക്ക് നേരത്തെ വരണം പള്ളിയിലേക്ക്. കച്ചവടം ഒരു ഇബാദത്താണ്. കച്ചവടം യഥാർത്ഥത്തിൽ ഒരു ഇബാദത്താണ്. നേരായ രീതിയിൽ കച്ചവടം ചെയ്യുന്നവൻ നബിമാരോടൊപ്പം സ്വർഗത്തിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്താജിറു സദീഖുൽ അമീൻ, സദൂഖുൽ അമീൻ, നേരായ രീതിയിൽ സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന വ്യക്തികൾ പ്രവാചകന്മാരോടൊപ്പം സിദ്ദീഖീങ്ങളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വർഗത്തിലായിരിക്കും. അപ്പൊ കച്ചവടത്തിൻ്റെതാകുന്ന വശമുണ്ട്. പക്ഷേ
ജുമാക്ക് വിളിക്കപ്പെട്ടാൽ, നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കപ്പെട്ടാൽ അടുത്ത ജോലി നമസ്കാരമാണ്. ആഖിറത്തിന്റെ കച്ചവടത്തിന് മുൻഗണന കൂടെ. അപ്പൊ അള്ളാഹു പഠിപ്പിക്കുന്ന ഹൽ അതുല്ലക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അലാ തിജാറത്തിന്, ഒരു കച്ചവടത്തെ സംബന്ധിച്ച്. ഏതാ കച്ചവടം? കടുത്ത ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന കച്ചവടം, സ്വർഗത്തിൽ നിങ്ങൾക്ക് വാസസ്ഥലം നൽകുന്ന കച്ചവടം, സ്വർഗീയ ആരാമങ്ങളിൽ ഉല്ലസിക്കാൻ നിങ്ങൾക്ക് ചാൻസ് നൽകുന്ന കച്ചവടം. എന്താ കച്ചവടം? അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇച്ഛയ്ക്കെതിരായിട്ട് പോരാടലാകും. ഇച്ഛയ്ക്കെതിരായിട്ട്. ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് പോരാട്ടമാണ്. എന്തിനോടുള്ള പോരാട്ടം? ഇച്ഛയ്ക്കെതിരെയുള്ള, തന്റെ ചാബല്യങ്ങൾക്ക് അടിമപ്പെടാതെ അതിന് വിരുദ്ധമായ നിലയിൽ. ഇച്ഛ പ്രേരിപ്പിക്കുമ്പോൾ കുറച്ചും കൂടി കച്ചവടം ചെയ്യും. അടുത്ത കസ്റ്റമർ വരാനുണ്ട്, ഇല്ല ഞാൻ പോകും. വിശുദ്ധ ഖുർആൻ കയ്യിലെടുക്കുമ്പോൾ ഇച്ഛ തോന്നിക്കും, ഓതണ്ട. പ്രേരിപ്പിക്കും, ഓതാതെ. ശൈത്താനിന്റെ പ്രലോഭനങ്ങളിൽ നിന്നും വഴിമാറി സഞ്ചരിക്കുന്ന ഒരു വിശ്വാസി, അവിടെയാ വിജയം. അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം. വദറുൽ ബൈഅ, കച്ചവടത്തെ അപ്പോഴേ ഉപേക്ഷിക്കണം. പിന്നെ കച്ചവടം ചെയ്യാൻ പാടില്ല. ഖുർആൻ വളരെ വ്യക്തമായിട്ട്, ഒരു വിശദീകരണത്തിന്റെയും ആവശ്യമില്ല, വളരെ കൃത്യമായിട്ട് അള്ളാഹു പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി ഫീ യൗമിൽ ജുമുഅത്തി ഫസഊ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. ജുമുഅയ്ക്ക് വേണ്ടി ബാങ്ക് കൊടുക്കപ്പെട്ടാൽ നിങ്ങൾ പള്ളിയിലേക്ക് ധൃതി കാണിക്കണം, കച്ചവടത്തെ പാടെ ഉപേക്ഷിക്കണം. വദറുൽ ബൈഅ. ഇമാം ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ജുമുഅയ്ക്ക് ബാങ്ക് കൊടുത്തിട്ട് ഒരു മനുഷ്യൻ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ ഹറാമിന്റെ കച്ചവടമാണ് ചെയ്യുന്നത് എന്ന് ഇമാം ഹസൻ റഹ്മത്തുള്ളാഹി വളരെ ഗൗരവത്തിൽ ഖുർആന്റെ വ്യാഖ്യാതാക്കൾ ഇതിന് വിശദീകരണം കൊടുക്കുന്നത്. ഇദാ അദ്ദനൽ മുഅദ്ദിനു അനിൽ ജുമുഅത്തി, ജുമുഅയ്ക്ക് വേണ്ടി മുഅദ്ദിൻ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ലം യഹില്ലൽ ബൈഉ വശ്ശിറാ, പിന്നെ കച്ചവടം, കൊടുക്കൽ വാങ്ങലുകൾ, ബൈഉം ശിറാഉം, കച്ചവടം ചെയ്യുക എന്നുള്ളത് ഹലാലല്ല. ഹലാലല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഹറാമാണെന്ന. ഇത് പണ്ഡിതന്മാർ എഴുതി വെച്ചത്, നമ്മൾ സ്വന്തമായിട്ട് പണ്ഡിതന്മാർ കൃത്യമായി എഴുതി വെച്ചിരിക്കുകയാണ്. ഇദാ അദ്ദനൽ മുഅദ്ദിനു ലിൽ ജുമുഅത്തി, ജുമുഅയ്ക്ക് വേണ്ടി മുഅദ്ദിൻ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ലം യഹില്ലൽ ബൈഉ വശ്ശിറാ, പിന്നെ കച്ചവടം ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? ഇലാ ദിക്രില്ല, ഫസ്ഔ ഇലാ ദിക്രില്ല, അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് ധൃതിയാകണം. പതുക്കെയല്ല, ധൃതി കാണിക്കണം. വദറുൽ ബൈഅ, കച്ചവടത്തെ ഉപേക്ഷിക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, ഒരു ജുമുഅ എന്നുള്ളത് അടുത്ത ജുമുഅ വരെയുള്ള, അതല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ജുമുഅ മുതൽ ഈ ജുമുഅ വരെ ഇതിനിടയിലുള്ള സർവ്വവിധ പാപങ്ങളും ചെറുത്ത് കിട്ടാൻ കാരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എപ്പോഴെങ്കിലും തോന്നുന്ന സമയത്ത് ജുമുഅയ്ക്ക് വന്നാൽ ഈ ഓഫർ ഒന്നും കിട്ടൂല. നബിതങ്ങൾ ഒരുപാട് ഓഫറുകൾ പഠിപ്പിക്കുന്നുണ്ട്. അത് ആ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ, നേരത്തെ പള്ളിയിലെത്തണം, വളരെ നേരത്തെ. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഏകദേശം 8 ഷർത്തുകൾ പറയുന്നുണ്ട് ഒരു വ്യക്തിക്ക് ജുമുഅ നിർബന്ധമാകുന്നതിന്. ഒന്നവൻ മുസ്ലിം ആയിരിക്കണം, അല്ല ഇസ്ലാമോ മുസ്ലിം ആയിരിക്കണം. 2 ബാലിഗായിരിക്കണം, പ്രായപൂർത്തി എത്തിയ ആൾക്ക് മാത്രമേ ജുമുഅ നിർബന്ധമുള്ളൂ, മുസ്ലിമിന് മാത്രമേ ജുമുഅ നിർബന്ധമുള്ളൂ. വല്ല ആക്കൽ, ബുദ്ധി ഉണ്ടായവന് ആക്കിലായിരിക്കണം. ബുദ്ധിയില്ലാത്ത, ബുദ്ധിമാന്ദ്യമുള്ളവർക്ക് ജുമുഅ നിർബന്ധമില്ല. സദ്ദുക്കൂരിയത്വന് പുരുഷനായിരിക്കണം. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജുമുഅ നിർബന്ധമില്ല. അതുപോലെ വല്ല ഹുർരിയത്തു, തടവിൽ പിടിക്കപ്പെട്ടവനാകാൻ പാടില്ല. സ്വാതന്ത്ര്യമുള്ളവനായിരിക്കണം. പള്ളിയിലേക്ക് വരാൻ തടസ്സമൊന്നുണ്ട്. ഇത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കിതാബിൽ എഴുതി വെച്ചേക്കുക. 6ാമത് ഇസ്തിത്താൻ, നാട്ടിൽ താമസിക്കുന്ന ആളായിരിക്കണം. അപ്പൊ യാത്ര ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ജുമുഅ നിർബന്ധമില്ല. പിന്നെ അൽഹംദുലില്ലാഹ് നമസ്കരിച്ചാൽ കൂടുതൽ ശ്രേഷ്ഠം. അതുപോലെ തന്നെ ഇംകാനു സിമാഅൻ, ബാങ്ക് കേൾക്കാൻ സാധിക്കണം, പള്ളിയിൽ എത്തിപ്പെടാൻ സാധിക്കണം. ഏതെങ്കിലും മരുപ്രദേശത്ത്, മരുഭൂമിയിലും താമസിക്കുന്ന ആളാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ വൻസിഖാലുൽ അദാർ, കാരണങ്ങൾ നീങ്ങിയിരിക്കണം. ജുമുഅയ്ക്ക് പള്ളിയിലേക്ക് വരാനുള്ള തടസ്സങ്ങളിൽ നിന്നെല്ലാം മുക്തനായിരിക്കണം. ഈ 8 ഷർത്തുകളുള്ള വ്യക്തിക്ക് ജുമുഅ നിർബന്ധമാണ്. ഇതിലെന്തെങ്കിലും ഷർത്തുകൾ ഒത്തു വന്നില്ല എങ്കിൽ ജുമുഅ അല്ലാഹു ഇളവ് നൽകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഈ 8 ഷർത്തുകളൊത്ത ആള് ജുമുഅ മനഃപൂർവ്വം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, മൻ തറക്കൽ ജുമുഅ,
മൻ തറക്കൽ ജുമഅത സലാസ മർറാത്ത്, 3 തവണ തഹാവുനൻ നിസാരമായ നിലയിൽ ജുമഅ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഫബഅല്ലാഹു അലാ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സീൽ വെച്ച് കളയുമെന്ന് റസൂലുള്ളാഹി. പിന്നെ ഒരു നന്മയും പ്രവേശിക്കൂല, ഒരു നന്മയും. കസ്വത്തുൽ ഖൽബ് എന്ന് പറയും, ഹൃദയ കാഠിന്യത ഉണ്ടായി പോകും. 3 ജുമഅകൾ നിസാരപൂർവ്വം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ചില പണ്ഡിതന്മാർ പറയുന്നു മുർത്തദ്ദാണെന്ന് പോലും പറയുന്നത്, ഇസ്ലാമിന് പുറത്താണെന്ന് പോലും പറയുന്നുണ്ട്. മൻ തറക്കൽ ജുമഅത സലാസ മർറാത്തിൻ തഹാവുനൻ, നിസാരമായ നിലയിൽ ഉപേക്ഷ വിചാരിച്ചുകൊണ്ട് 3 ജുമഅകൾ ആരെങ്കിലും മുടക്കിയിട്ടുണ്ടെങ്കിൽ ഫബഅല്ലാഹു അലാ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സീൽ വെച്ച് കളയും. ലിയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ അല്ലാഹു സീൽ വെക്കും. വലയകൂനന്ന മിനൽ ഗാഫിലീൻ, അവരെ അശ്രദ്ധരുടെ കൂട്ടത്തിൽ എന്നുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ജുമായുടെ നബിതങ്ങൾ ഒരുപാട് സുന്നത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ വീട്ടിലേക്ക് കുളിക്കാൻ സാധാരണ നടക്കുന്ന സംഭവം പറയാം. ബാങ്ക് വിളിക്കുമ്പോൾ വീട്ടിലേക്ക് കുളിക്കാൻ പോകും. കുളിച്ച് എല്ലാം വൃത്തിയായിട്ട് തുറന്ന് പറയാൻ ആർക്കും വിഷമം ഉണ്ടാകരുത്. ഒന്നാമത്തെ ഖുത്ബ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുമ്പോഴാണ് പല ആളുകളും കയറി വരുന്നത്. ആർക്കും വിഷമം ഉണ്ടാകരുത്, വളരെ തുറന്ന് പറയാം. കാരണം ഇതിന്റെ പവിത്രത നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, യാതൊരു പ്രാധാന്യതയും ഇല്ല. ഇവിടെ ഒന്നാമത്തെ ഖുത്ബ കഴിഞ്ഞ് മിമ്പറിൽ ഇരിക്കുന്ന സമയത്ത് പല ആളുകളും കയറി വരുന്നത്. നമ്മൾ വളരെ നേരത്തെ ജുമായ്ക്ക് വരണം, വളരെ നേരത്തെ. ഇത്രത്തോളം ഓഫറുകൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലേ? ജീവിതത്തിൽ ആ ആഴ്ചയിൽ സംഭവിച്ച സർവ്വവിധ പാപങ്ങളും ഇദജ്തനബൽ കബായിർ എന്നാ പറഞ്ഞിട്ടുള്ളത്. വൻപാപങ്ങൾ പോലും പുറത്തു കിട്ടാൻ കാരണമാകുന്നൊരു വേളയാ ജുമഅയുടെ വേള. വൻപാപങ്ങൾ പോലും പുറത്തു കിട്ടാൻ കാരണമാകും. ജുമഅയ്ക്ക് നേരത്തെ വരണം. ധാരാളം സുന്നത്തുകൾ നബിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ജുമഅ ദിവസത്തിൽ കുളിക്കുക എന്നുള്ളത് പ്രത്യേക സുന്നത്താണ്. അത്തർ പൂശുക എന്നുള്ളത് പ്രത്യേക സുന്നത്താണ്. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. നമ്മൾ എത്ര പേര് സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്നുണ്ട്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കഹ്ഫ് എത്ര പേര് പാരായണം ചെയ്യുന്നുണ്ട്? അവന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. അവന് കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കും. അവന് ആയുസ്സിൽ വർദ്ധനവ് കൊടുക്കും. എത്ര ശ്രേഷ്ഠതകളാ പണ്ഡിതന്മാർ വിവരിക്കുന്നതെന്നറിയുമോ? അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ ജുമുഅ ദിവസത്തിന്റെ പ്രാധാന്യതയാണ്. നമ്മൾ കടയിലൊക്കെ ഈ തസ്ബീഹൊക്കെ കൊണ്ട് ദിക്റൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കണം. സ്വലാത്തുകൾ ധാരാളമായി മഹാന്മാര് പഠിപ്പിക്കുക. കുറഞ്ഞത് 300 സ്വലാത്തും കൂടിയത് 3000 സ്വലാത്തും പറയണമെന്നാണ്. 300-ൽ താഴേക്ക് വരാൻ പാടില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഈ നബിതങ്ങൾ പഠിപ്പിച്ച ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് വെള്ളിയാഴ്ച പൂർണ്ണമായിട്ട് കിട്ടുന്നത്. ഒരു പ്രത്യേക ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അതുപോലെ ആർക്കെങ്കിലും സദഖ കൊടുക്കൽ, അതുപോലെ പരസ്പരം കണ്ട് മുസാഫഹ കൊടുക്കൽ, കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കൽ, ഖബർ സന്ദർശിക്കൽ, നമ്മിൽ നിന്ന് മരണപ്പെട്ട ആളുകളുടെ ഖബറുകൾ പോയി സന്ദർശിച്ച് അവർക്ക് വേണ്ടി ദുആ ചെയ്യൽ, ഇല്ല, ഇതൊക്കെ മഹാന്മാര് പഠിപ്പിക്കുന്ന കാര്യമാണ്. വെള്ളിയാഴ്ചയുടെ സുന്നത്തുകൾ പൂർത്തീകരിക്കാൻ നമ്മെ കൊണ്ട് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ആരെങ്കിലും നേരത്തെ കുളിച്ചു എന്നിട്ട് പള്ളിയിലേക്ക് വന്നു, അവനൊരു ഒട്ടകത്തെ കുർബാന കൊടുത്തതിന്റെ കൂലി ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒട്ടകത്തെ കുർബാന കൊടുത്തതിന്റെ കൂലി കിട്ടിയിട്ടുണ്ട്. പള്ളിയിൽ ആദ്യം വന്ന ആൾ, ജുമായ്ക്ക് വേണ്ടി പള്ളിയിൽ ആദ്യം വന്ന ആൾ ഒരു ഒട്ടകത്തെ അല്ലാഹുവിന്റെ മാർഗത്തിൽ കുർബാന കൊടുത്തതിന്റെ കൂലി ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ റാഹ ബിസ്സാഅത്തി സാനിയ, രണ്ടാമത് വന്ന ആൾ ഫകഅന്നമാ ഖറബ ബഖറതൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു മാടിനെ കുർബാന കൊടുത്തതിന്റെ കൂലി ലഭിക്കുന്നതാണ്. നബിതങ്ങൾ എന്തിനാ ഇങ്ങനെ? മൂന്നാമതും വന്ന ആൾക്ക് ഒരു ആടിനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ കുർബാന കൊടുത്തതിന്റെ കൂലി കിട്ടുന്നതാണ്. നാലാമത് വന്ന ആൾക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു കോഴിയെ കുർബാന കൊടുത്തതിന്റെ കൂലി കിട്ടുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിർത്തിയില്ല. അഞ്ചാമത് വന്ന ആൾക്ക് ഒരു മുട്ട അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖ കൊടുത്തതിന്റെ കൂലി കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ജനങ്ങൾ ഇങ്ങനെ എണ്ണി എന്തിനെ കഷ്ടപ്പെട്ടിങ്ങനെ അത്രത്തോളം ഗൗരവമുണ്ട്, അത്രത്തോളം പ്രാധാന്യതയുണ്ട്. ജനങ്ങൾ പഠിപ്പിക്കുക, ഖതീബ് പുറപ്പെട്ടു കഴിഞ്ഞാൽ, ഖതീബ് പള്ളിയിലേക്ക് ഖുതുബയ്ക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഫജാഅത്തിൽ മലായികതു ഫതബ്ബു സുഹുഫഹും. എല്ലാ മലക്കുകളും പള്ളിയുടെ വാതിൽക്കൽ നിന്ന് പേരെഴുതിയ മലക്കുകളില്ലേ, അവരെല്ലാം ഇങ്ങനെ പള്ളിക്കകത്തോട്ട് കയറും. എല്ലാം ഇങ്ങനെ പള്ളിക്കകത്തോട്ട് കയറിയിട്ട് ഫതബ്ബു സുഹുഫഹും, അവരുടെ ഏടുകൾ അടയ്ക്കും. പിന്നെ ആരുടെയും പേരെഴുതൂല. ആദ്യം വന്ന ആളുടെ 5 പേരുകൾ പിന്നെ ആരുടെയും പേരെഴുതൂല. പിന്നെ കർമ്മങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നതിന്റെ പ്രതിഫലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ദിക്റ, ഇമാമിന്റെ ഖുതുബ മലക്കുകൾ സശ്രദ്ധം വീക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ചില്ലറ കാര്യമാണോ? വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി മുകഫ്ഫിറാത്തുൻ മാ ബൈനഹുന്ന. ഒരു ജുമുഅത്ത് അടുത്ത ജുമുഅ വരെയുള്ള സർവ്വവിധ പാപങ്ങളും പുറത്തു കിട്ടുന്നതിന് കാരണമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു പറഞ്ഞല്ലോ, ഫൈദാ ഖുമിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ജുമുഅ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാം, പിന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കണ്ട. ഫൈദാ ഖുമിയത്തിസ് സ്വലാത്ത്, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ ഇങ്ങനെ വ്യാപിച്ചോ. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, നന്നായിട്ട് കച്ചവടം ചെയ്തോളാം. വിശുദ്ധ ഖുർആൻ നന്നായിട്ട് കച്ചവടം ചെയ്ത് ജുമുഅയ്ക്ക് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലേക്ക് ഷട്ടർ ഇട്ടേക്കണം. പിന്നെ കച്ചവടം ചെയ്യാൻ പാടില്ല. ജുമുഅയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ പള്ളിയിൽ വരണം. ഒരുപാട് ബറക്കത്ത് അല്ലാഹു വെച്ചിട്ടുണ്ട്, നിഅമത്തുകൾ അല്ലേ? ഇവിടെ വന്ന് ദുആ ചെയ്ത നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. നമ്മളെല്ലാം ആവശ്യക്കാരാണ്. ധാരാളം രോഗങ്ങളുള്ള ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട്, കടങ്ങളുള്ളവരുണ്ട്, ദുരിതങ്ങളുള്ളവരുണ്ട്, ദുഃഖങ്ങളുണ്ട്. ഇതിനെല്ലാം വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാനുള്ളൊരു വേളയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. ഇൻഷാ നമ്മൾ എല്ലാവരും നിയത്ത് ചെയ്യും. ജുമുഅയ്ക്ക് പണ്ഡിതന്മാർ പറയുന്നു, ഉമ്മത്തിന്റെ അപകടത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് താമസിച്ചു വരുന്നതിന്റെ പേരിലാണെന്ന് മുഫസ്സിരീങ്ങളും പണ്ഡിതന്മാരും ഒക്കെ വിശദീകരിക്കുകയാണ്. അപ്പൊ ചില്ലറ കാര്യമല്ല. അള്ളാഹു ഒരു ആഴ്ചയിൽ വെച്ചിട്ടുള്ള ഒരുപാട് നന്മകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ് ജുമുഅ ദിവസം എന്ന് പറയുന്നത്. അതല്ല, ഖൈറു യൗമിൻ തലഅത്ത് അലൈഹി ശംസു, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. അള്ളാഹു അവന്റെ അടിമകൾക്ക് നൽകിയിരിക്കുന്ന ഒരു ഓഫറാണ്. എന്തിനു വേണ്ടി? അള്ളാഹു ഒന്നാം ആകാശത്ത് ഇറങ്ങിയിരിക്കുകയാണ്, കൈ നീട്ടിക്കൊണ്ട് ആരെങ്കിലും റബ്ബിനോട് ചോദിക്കുന്നു എന്ന്. എന്തിനാ നമ്മൾ കച്ചവടം ചെയ്യുന്നത്? എല്ലാ ആഖിറത്തിനും വേണ്ടി, താൽക്കാലികമായിട്ടുള്ള ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ ഓടിപ്പോകുന്നതിന് വേണ്ടിയല്ലേ? അതും ഇബാദത്താണ്. പക്ഷെ പടച്ചവനെ വിളിച്ചാൽ പിന്നെ അതിന് നിൽക്കണ്ട. അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് എത്ര കടുപ്പത്തിലാ പറയുന്നത്. ബാങ്ക് കൊടുത്താൽ പിന്നെ നിങ്ങൾ കച്ചവടം ചെയ്യാൻ കൊടുക്കൽ വാങ്ങലുകൾ പാടില്ല. ഹലാലല്ല എന്ന് പറയുന്നത്, അർത്ഥം ഹറാമാണെന്നാണല്ലോ. അത്രത്തോളം ഹറാമാണെന്ന് പോലും പണ്ഡിതന്മാർ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് ജുമുഅയ്ക്ക് നേരത്തെ വരുമെന്ന് തീരുമാനമെടുക്കണം. തയ്യാറല്ലേ ഇൻഷാ അല്ലാഹ്? എല്ലാവരും വളരെ നേരത്തെ തന്നെ വരുന്ന ഒരു ഫ്രണ്ട് സപ്പിലേക്ക് കയറിയിരിക്കണം. നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ മാത്രമല്ല, മലക്കുകൾ ഇരിപ്പുണ്ട്. നബിതങ്ങൾ പഠിപ്പിക്കുന്ന പാഠമാ. ഇമാം ഖുത്ബയ്ക്ക് പുറപ്പെട്ട മലക്കുകൾ പള്ളിക്കകത്ത് കയറും. ഇവരെല്ലാവരുടെ പേരുകൾ എഴുതൽ നിർത്തും. ഇമാമിന്റെ ഖുത്ബ നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കും. നിങ്ങളെല്ലാം ഖുത്ബ കഴിഞ്ഞ് ജുമുഅ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ മലക്കുകളും പിരിഞ്ഞു പോകും. ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപനമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിന് അതിൻ്റെതാകുന്ന മഹത്വമുണ്ട്. സയ്യിദുൽ അയ്യാമി വഅഅ്ദമുഹാ ഇൻദല്ലാഹ്, ദിവസങ്ങളുടെ നേതാവാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അള്ളാഹു അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും വളരെ നേരത്തെ തന്നെ കുളിച്ചൊരുങ്ങി അത്രയൊക്കെ പൂശി നല്ല വസ്ത്രം ധരിച്ച്, അതുപോലെ തന്നെ നബിതങ്ങൾ കാന ലഹു ബികുല്ലി ഖുതുവത്തിൻ മിസ്ലു അജ്രി സിയാമിഹാ വഖിയാമിഹാ, പള്ളിയിലേക്ക് നടന്നു വരണമെന്നാ.
ജുമയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് നടന്നു വരുന്നതിന്റെ ഓരോ ചുവട്ടരിക്കും നിന്ന് നമസ്കരിച്ച അതുപോലെ നോമ്പെടുത്തതിന്റെ കൂലി കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ചുവട്ടരിക്കും ഒരു ദിവസം നോമ്പെടുത്ത കൂലി, നിന്ന് നമസ്കരിച്ച കൂലി. അപ്പൊ ഇത്രത്തോളം വാഗ്ദാനങ്ങൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട മഹത്വമുള്ളൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. നമ്മൾ അതിന്റെ മഹത്വം ഇല്ലാതെ നമ്മൾ ജീവിതം എങ്ങനെയെങ്കിലും നീക്കിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടാകരുത്. അതിന്റെ ഗൗരവം മനസ്സിലാക്കി കൃത്യസമയത്ത് തന്നെ പള്ളിയിലെത്തി സുന്നത്തുകളൊക്കെ പാലിച്ച് 4 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. ജുമായ്ക്ക് മുമ്പ് 4 റക്അത്ത് സുന്നത്ത്, അതുപോലെ ജുമായ്ക്ക് ശേഷവും 4 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് കുറച്ചു നേരം ഒരു ദുആ ഒക്കെ ചെയ്ത് ഇൻഷാ അല്ലാഹ് പിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ രോഗങ്ങളായി കഴിയുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾക്കെല്ലാം പരിപൂർണമായ ശാന്തിയും സമാധാനവും ശിഫാവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആജിലായ താമായ മുസ്തമിറായ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അടുത്ത സമയത്ത് മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ മഗ്ഫിറത്ത് റഹ്മത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ നമ്മുടെ മദ്രസയ്ക്ക് അടുത്തുള്ള 94 വയസ്സുള്ള ഒരു മാമ മരണപ്പെടുകയുണ്ട്. മക്കളൊന്നും ഇല്ലായിരുന്നു. വളരെ നല്ല മരണം. ആ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്. മുഖം ഇങ്ങനെ നമ്മുടെ മദ്രസയിൽ കിടന്നിട്ടാണ് മരണപ്പെടുന്നത്. 94 വയസ്സും അല്ലാഹു മക്കളെയൊന്നും കൊടുത്ത് അനുഗ്രഹിച്ചിരുന്നില്ല. 1 വർഷം മുമ്പ് ഭാര്യ മരണപ്പെട്ടിരുന്നു. ഒരു പാവയെ പോലെ കിടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഴുവൻ പാപങ്ങളും പുറത്ത് അമലുകൾ നിറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ ഒരു കടമകളും അവശേഷിക്കാതെ വെള്ളിയാഴ്ച രാവിലെ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് മരണപ്പെടുന്ന നല്ല ഒരു സുവർണ അവസരം അല്ലാഹു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൈഹി നബിയിൽ കരീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.